ങ്ങളും നടക്കാതെ ഇതിനൊക്കെ കാരണം നിങ്ങൾ ഒന്നുകിൽ കൊല്ലപ്പെടുക അല്ലെങ്കിൽ ഇസ്ലാം സ്വീകരിക്കുക. കൊല്ലപ്പെടുക അല്ലെങ്കിൽ ഇസ്ലാം സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ പലപ്പോഴും ആളുകൾ എന്ത് ചെയ്യും? ഇവിടെ ഇപ്പോൾ പല യുദ്ധങ്ങളും നടക്കുമ്പോൾ ആളുകൾ യുദ്ധമൊന്നും ഇല്ലാതെ തന്നെ കീഴടങ്ങി ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് ഉണ്ട്. അതുകൊണ്ട് യുദ്ധം ഇല്ലാതെ കൊല്ലപ്പെടുന്ന ആളുകളാണ് കുറെ. കാരണം കീഴടങ്ങിയതിന് ശേഷമാണ് ഒരു ജൂതഗോത്രത്തിലുള്ള മുഴുവൻ ആളുകളെ നിരത്തി നിർത്തിയിട്ട് അവരുടെ തുണി പൊക്കി നോക്കിയിട്ട് പ്രായപൂർത്തിയായ പുരുഷന്മാരെ മുഴുവൻ കിടങ്ങ് കൊഴിച്ചിട്ട് ഏതാണ്ട് 600-700ഓളം ആളുകളെ ഒരു കിടങ്ങിലിട്ട് കൊല്ലുന്നത്. അപ്പൊ ഇത് പറഞ്ഞ മാതിരി യുദ്ധത്തിൽ വരുന്നതല്ല. ഇത് യുദ്ധം ഇല്ലാതെ കീഴടങ്ങിയ ആളുകളെയാണ് കണക്കാക്കാൻ പറ്റും. പക്ഷേ മുഹമ്മദ് അവിടുന്ന് മക്കയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മദീനയിലേക്ക് പലായനം ചെയ്യുമ്പോൾ മക്കയിൽ വിട്ടുപോകുന്ന കുറേ വസ്തുവകകളുണ്ട് മുഹമ്മദിന്റെയും കൂട്ടാളികളുടെയും. ഈ പറയുന്നത് തന്നെ തെറ്റാണ്. കാരണം അവിടെ മുഹമ്മദിന്റെ കൂട്ടത്തിൽ വന്നിട്ടുള്ള ആളുകളെല്ലാം തന്നെ ഒന്നുകിൽ അടിമകളാണ്, അല്ലെങ്കിൽ സ്ത്രീകളാണ്, അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകളാണ്. അങ്ങനെ അല്ലാത്ത രണ്ടേ ആളുകളേ ഉള്ളൂ. അതൊന്ന് അബൂബക്കറും ഉമറുമാണ്. അവർ കുറച്ച് പണമൊക്കെ കൂട്ടത്തിൽ കയ്യിലുള്ള. പിന്നെ ഖദീജയുടെ പണം മുഴുവൻ മുഹമ്മദ് തൊലച്ചിട്ടുണ്ട് അപ്പോഴേക്ക്. കാരണം കഴിഞ്ഞു, അതൊന്നും പിന്നെ ബാക്കി ഉണ്ടായിരുന്നില്ല. കാരണം ഖദീജ ഇല്ലായിരുന്നുവെങ്കിൽ മുഹമ്മദ് ഉണ്ടാവുമായിരുന്നില്ല എന്നുള്ള ഒരു ചരിത്ര യാഥാർത്ഥ്യത്തെ നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന് കാസർഗോഡ് അദ്ദേഹത്തിന് വീട് കയറി കുറെ ആൾക്കാർ വന്ന് ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തു. യാ അയ്യുഹൻ നാസ് എന്നാണ് ഇസ്ലാമിൽ പറഞ്ഞത് എന്ന്, ഹേ ജനങ്ങളെ എന്നാണ് അഭിസംബോധന ചെയ്തത് എന്ന്. ഈ ജനങ്ങളെ എന്ന് പറയുന്ന കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ മതി. ഇവിടെ കൂടിയിരിക്കുന്ന ഒരു കൂട്ടമുണ്ട്, ഇവിടെ കൂടിയിരിക്കുന്ന ഒരു പിടി ആളുകൾ. അപ്പൊ ഞാൻ നിങ്ങളെയൊക്കെ ജനങ്ങളായിട്ട് കാണുന്നു. ഹേ ജനങ്ങളെ എന്ന് ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്താൽ അത് നിങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾ മാത്രമാണ്. ഇതിന് പുറത്തുള്ള ആളുകളെയല്ല ഞാൻ അഭിസംബോധന ചെയ്യുന്നത്. മുഹമ്മദ് അങ്ങനെ അഭിസംബോധന ചെയ്തിരിക്കുന്നതൊക്കെ ഈ തരത്തിൽ തൻ്റെ ചുറ്റും കൂടിയിരിക്കുന്ന ആളുകളെയാണ് ജനങ്ങളെ എന്ന് അഭിസംബോധന ചെയ്തത്. അതിന് പുറത്തുള്ള ആളുകളെ മുഹമ്മദ് അഭിസംബോധന ചെയ്യുന്നേയില്ല.